ഒരു വേള പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളും കൂടി ഒരു യാത്ര പോകുകയാണ്. സുദീർഘമായ യാത്ര. പര്യവസാനിക്കുന്ന സമയത്ത് അവിടുത്തെ അനുയായി വൃന്ദം അന്നവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാമഗ്രികൾ പാചകം ചെയ്യാൻ വേണ്ടി അവിടുന്ന് തീ കൂട്ടുകയാണ്. നല്ല തണുത്ത പ്രദേശമാണ്, നല്ല തണുത്തുറഞ്ഞ പ്രദേശമാണ്. സഹാബത്ത് തീ കൂട്ടാൻ വളരെ പ്രയാസപ്പെടുകയാണ്. വളരെ പ്രയാസപ്പെട്ടവർ തീ കൂട്ടി ഇങ്ങനെ കത്തിച്ചപ്പോൾ അകലെ നിന്ന് പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് സ്വഹാബിമാരോട് പറയുകയാണ്, സ്വഹാബത്തെ, ആ തീ നിങ്ങൾ കെടുത്തുവീൻ, ആ തീ നിങ്ങൾ കെടുത്തുവീൻ. യാ റസൂലല്ലാഹ്, ഞങ്ങൾ പ്രയാസപ്പെട്ട് കത്തിച്ച തീ എന്തിനാണ്? ഈ തണുത്ത പ്രദേശത്ത് ഞങ്ങൾ വളരെ പ്രയാസം അനുഭവിച്ച് കത്തിച്ച തീ എന്തിനാണ് അവിടുന്ന് കെടുത്താൻ പറയുന്നത് നബിയേ? അന്നേരത്ത് ലോകൈക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തെ, കാണുന്നില്ലയോ നിങ്ങൾ, കാണുന്നില്ലയോ നിങ്ങൾ, ഉറുമ്പിൻ കൂട്ടങ്ങൾ വരി വരിയായി വരുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? അരിവച്ച് അരിവച്ച് വരിവച്ച് വരിവച്ച് ഉറുമ്പിന്റെ കൂട്ടങ്ങൾ നിങ്ങൾ കെടുത്തിയ തീയിന്റെ സമീപത്തുകൂടി പാസായി പോകുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? സഹോദരാ, സഹോദരാ, ഹൃദയത്തിൽ കൈവച്ചിട്ട് ആലോചിക്കാൻ പറയുകയാണ്. ലോകത്ത് ഉറുമ്പിന്റെ വിഷയത്തിൽ ഇടപെട്ട ഒരു ദാർശനികനെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ലോകത്ത് ഉറുമ്പിന്റെ വിഷയത്തിൽ ഇടപെട്ടൊരു ചിന്തകനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് കണ്ട ചരിത്രമാണ്. ഇത് ചരിത്രത്തിൽ നിന്ന്, ഹബീബായ തങ്ങളുടെ ജീവചരിത്രത്തിൽ നിന്ന് ഹൈന്ദവനായ ശ്രീനാരായണ ഗുരുവിനെ നിങ്ങൾ അറിയുമോ? അദ്ദേഹം പഠിക്കുകയാണ്. പ്രവാചക പ്രവീണരുടെ ജീവിതം പഠിച്ചു നോക്കിയിട്ട് ഈ മഹിതമായ ചരിത്രമെടുത്ത മുന്നിൽ വെച്ചിട്ട് ഹൈന്ദവ സഹോദരങ്ങളുടെ സാമൂഹിക പരിഷ്കർത്താവായി കേരളീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണ ഗുരുവില്ലയോ? ഈ സംഭവം എടുത്ത് അവിടുത്തെ പെഡസ്റ്റലിന്റെ ടേബിളിന്റെ മുന്നിൽ വെച്ചിട്ട് അവിടുന്ന് പറയുകയാണ്, ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള നോകമ്പയും സദാ, ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള നോകമ്പയും സദാ, കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ, കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ. ഹാമിദ് യാസീം പാടിയതല്ല, ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റിയുള്ള ആള് പാടിയതല്ല. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തളത്തിൽ കത്തിച്ചു വച്ച പ്രകാശനാളമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് ഹൈന്ദവ സനാതന ദർശനങ്ങളിൽ വിശ്വസിച്ച സാക്ഷാൽ ശ്രീനാരായണ ഗുരു പഠനം നടത്തിയിട്ട് രേഖപ്പെടുത്തി വെച്ചതാണ്. ഒരു ഉറുമ്പിനെ പോലും പീഡിപ്പിക്കാൻ പാടില്ലെന്ന് ലോകത്ത് പഠിപ്പിച്ച പ്രവാചകന്റെ അധ്യാപനങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. ശ്രീനാരായണ ഗുരു പറയുകയാണ്. അദ്ദേഹം അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ല. വളരെ മനോഹരമായ സുദീർഘമായ കവിതയാണ്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്ര പുത്രനോ, കരുണാവാൻ നബി മണിമുത്തുരത്നമോ,
എത്ര ഹൃദ്യമായ വരികളാണ്, എത്ര അർത്ഥഗംഭീരമായ വാക്കുകളാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ വിളക്കായ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഹൈന്ദവ മതത്തിൽ വിശ്വസിച്ചു മരണപ്പെട്ടു പോയ സാക്ഷാൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയതാണ്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, പുരുഷാകൃതി പൂണ്ട ദൈവമാണോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്ര പുത്രനോ, കരുണാവാൻ നബി മണിമുത്തു രത്നമോ, കാരുണ്യത്തിന്റെ സൂര്യോദയം, റഹ്മത്തെ ജൽവാ, റഹ്മത്തെ ജൽവാ, കാരുണ്യത്തിന്റെ മഹിതമായ പ്രപഞ്ചം, അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സഹോദരന്മാരെ, മക്കയിൽ ശല്യം അസഹനീയമായപ്പോൾ തായിഫിലേക്ക് നടന്നില്ലയോ? ഉമ്മയുടെ സഹോദരന്മാര് ധാരാളം തായിഫിലുണ്ട്. മക്കയിൽ ഒരു സ്വൈര്യവുമില്ല, സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല. തായിഫിൽ പോയാൽ അമ്മാവന്മാര്, അമ്മോശന്മാര്, മാമമാര് അവരെനിക്ക് അഭയം നൽകിയേക്കാം എന്ന ഉദാത്തമായ ചിന്തയുമായി, തൗഹീദിൻ ദൗത്യവുമായി ത്വാഹ നബി ഒരു നാൾ ത്വായിഫിൽ വന്നു നിലയായി. തൗഹീദിൻ ദൗത്യവുമായി ത്വാഹ നബി ഒരു നാൾ ത്വായിഫിൽ വന്നു നിലയായി. ത്വായിഫിന്റെ മണൽ പരപ്പുകളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനങ്ങളുമായി കടന്നു എന്നപ്പോൾ പൂമാലകൾ ഉണ്ടായില്ല, സ്വീകാര്യതകൾ ഉണ്ടായില്ല. സഹോദരങ്ങളെ, ആരും ഏറ്റുവാങ്ങിയില്ല. അധിക്ഷേപിച്ചു, കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു, പരിഹസിച്ചു. ഒരു കോപ്പ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു പരവശനായി തായിഫിലെ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്ന് കൂട്ടുകാരനായ സെയ്ദ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഒരു കോപ്പ വെള്ളം തരുമോ? എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, ദാഹിച്ചു പരവശനാണു ഞാൻ, ഒരു കോപ്പ വെള്ളം തരുമോ? ആര് ചോദിക്കുകയാ? എന്റെയും നിങ്ങളുടെയും കൽബിന്റെ അകത്തളത്തിൽ പ്രകാശനാളമായി പ്രോജ്വലിക്കുന്ന മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. വെള്ളം കൊണ്ടുവന്ന വഴിയിൽ ശത്രുക്കളത് തട്ടിമറിച്ചു കളഞ്ഞു. എന്തിനാണ് വെള്ളം കൊടുക്കുന്നത്? ലാത്തയെ വേണ്ടെന്ന് പറഞ്ഞവന് വെള്ളമോ, ഉസ്സയെ വേണ്ടെന്ന് പറഞ്ഞവന് വെള്ളമോ, ഹുബലയെ വേണ്ടെന്ന് പറഞ്ഞവന് വെള്ളമോ, അയിലയെ വേണ്ടെന്ന് പറഞ്ഞവന് വെള്ളം കൊടുക്കില്ല എന്നവര് പ്രഖ്യാപിച്ച് തട്ടിക്കളഞ്ഞോ. തെമ്മാടി പിള്ളരപ്പോൾ തെരുവിലിറങ്ങി തിരു ദൂതരെ കൂക്കി വിളിപ്പായി. തെമ്മാടി പിള്ളരപ്പോൾ തെരുവിലിറങ്ങി തിരു ദൂതരെ കൂക്കി വിളിപ്പായി. തെരുവിന്റെ കുട്ടികൾ കല്ലെറിഞ്ഞു, ലോകൈക ഗുരുവിന്റെ പൂമേനയിൽ കൊണ്ട് രക്തമൊഴുകാൻ ആയ നേരത്ത് ആകാശ ലോകങ്ങൾ കീറിമുറിച്ച് മുഖറബുൽ അമീൻ മലക്ക് ജിബ്രീൽ തിരുമുന്നിൽ വന്ന് നിൽക്കുകയാണ്. അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രൂപത്തിലാണ് ജിബ്രീൽ പുന്നാര നബി തങ്ങളുടെ ചാരത്തപ്പോൾ വന്നത്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ആ ജനങ്ങൾ അവിടുത്തെ ആക്രമിച്ചു നബിയെ, ആ ജനങ്ങൾ അവിടുത്തെ അപഹസിച്ചു നബിയെ, ആ ജനങ്ങൾ അവിടുത്തെ കല്ലെറിഞ്ഞു നബിയെ. എന്റെ ഈ ഭീമാകാരമായ ചിറകുകൾക്ക് മുകളിലിരിക്കുന്ന
പടുകൂറ്റൻ പർവ്വതക്കെട്ടുകളെ കണ്ടോ നബിയേ? ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ പർവ്വതക്കെട്ടുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് ചിറകുകളിൽ രണ്ട് വലിയ പടുകൂറ്റൻ പർവ്വതങ്ങളുമായി വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, യാ റസൂലല്ലാഹ്, അവിടുന്ന് പെർമിഷൻ തന്നാൽ എന്റെ ചിറകിന്റെ മേലിരിക്കുന്ന ഈ പടുകൂറ്റൻ പർവ്വതങ്ങൾ അക്രമികളായ അവിടുത്തെയോട് അക്രമം കാണിച്ച ധിക്കാരികളായ ആ ജനതയുടെ മേലിട്ടിട്ട് രണ്ട് പർവ്വതങ്ങൾക്കും ഇടയിലിട്ട് അവരെ ഞെക്കിപ്പിഴിഞ്ഞ് ഇല്ലാതാക്കട്ടെ നബിയേ. സഹോദരങ്ങളെ, വേണ്ട ജിബ്രീൽ, വേണ്ട ജിബ്രീൽ, അവർ അറിവില്ലാത്തവരാണ്, അവർ അറിവില്ലാത്തവരാണ്. അവരാരെയും ഉപദ്രവിക്കല്ലേ ജിബ്രീൽ, അവർ പാവങ്ങളാണ്. അല്ലാഹുവേ, നാളെ അവരിൽ നിന്ന്, ആ എന്നെ ആക്രമിച്ച സമൂഹത്തിൽ നിന്ന് നിന്റെ ദീനിലേക്ക് കടക്കാൻ ആളുകളെ നീ തരണേ അല്ലാ. അവർക്ക് കാരുണ്യം ചെയ്യണേ അല്ലാ. റഹ്മത്തെ ജൽവാ, റഹ്മത്തെ ആലം, റഹ്മത്തെ ജൽവാ, റഹ്മത്തെ ആലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിച്ച ജനങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പുന്നാര നബി തങ്ങൾ. ഞാൻ അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളെ, ഈ റബീഉൽ അവ്വലിന് സ്നേഹ റസൂലിന്റെ മജ്ലിസിൽ വന്ന എന്റെ ഹൃദയമുള്ള മുഅ്മിനുകളെ, ഈ മജ്ലിസിൽ നിന്നത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കട്ടെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ ചിന്തിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങളും ആലോചിക്കട്ടെ, ഞാൻ അങ്ങനെയാണോ? ഉപദ്രവിക്കുന്നവന് വേണ്ടി അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാൻ എന്റെ മനസ്സ് വളർന്നോ? അതല്ല, ഉപദ്രവിക്കുന്നവർക്ക് ഞാൻ ശാപവാക്കുകൾ ചൊരിയാൻ മാത്രം എന്റെ മനസ്സ് തരം താഴ്ന്നോ? ഇവിടെ ആത്മവിചാരണ നടക്കേണ്ടതുണ്ട്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിനെ പരാമർശിച്ച പേരാണ് റഊഫ്. അല്ലാഹുവിനെ ഐഡന്റിഫൈ ചെയ്ത നാമമാണ് റഹീം. അതേ നാമമാണ് അല്ലാഹു പുന്നാര നബിതങ്ങൾക്കും പറഞ്ഞത്. നിങ്ങളിൽ നിന്നൊരു പ്രവാചകനെ നിങ്ങളിലേക്ക് നമ്മൾ നിയോഗിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം അവിടുത്തേക്ക് അസഹനീയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദന അത് പുന്നാര ഹബീബായ തങ്ങൾക്ക് വേദനയാണ്. ആക്രമിച്ചവർക്ക് പോലും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മുസ്തഫ. അവരോടും കാരുണ്യം ചെയ്തു മുജ്തബ. ഉഹദ് യുദ്ധം നടക്കുകയാണ്. സഹാബത്തിന് വളരെ പശിച്ചിട്ട് വിശന്നിട്ട് സഹിക്കാൻ വയ്യ, വളരെ വിശപ്പാണ്. ആ സമയത്താണ് ഒരു ജൂതയായ സ്ത്രീയുടെ വീട്ടിൽ നിന്നൊരു ക്ഷണം വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിനും അവിടുത്തെ സഹാബത്തിനും ജൂതയായ സ്ത്രീ ഒരു വലിയ സൽക്കാരം ഒരുക്കുകയാണ്. പുന്നാര നബിതങ്ങളുടെ സഹാബത്തിന് വലിയ സന്തോഷമായി പോയി. അവരെല്ലാവരും ആ ക്ഷണം സ്വീകരിച്ച് സദസ്സിലങ്ങോട്ട് പോയിരുന്നതേ ഉള്ളൂ. പല സഹാബിമാരും വളരെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വേഗം ഭക്ഷണമെടുത്ത് കഴിച്ചുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അവിടുത്തെ സുപ്രയിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ
ഹൃദയമുള്ള സഹോദരാ, പാചകം ചെയ്ത് ടേബിളിന്റെ പുറത്തു വെച്ച മാംസം പറയുകയാണ്, തിന്നല്ലേ നബിയേ, എന്നെ കഴിക്കല്ലേ നബിയേ, ഞാൻ വിഷം ചേർക്കപ്പെട്ടതാണ്, എനിക്ക് വിഷമുണ്ട് നബിയേ, അവിടുന്ന് കഴിക്കല്ലേ നബിയേ. ജീവനുള്ള ആട്ടിൻകുട്ടിയല്ല, ജീവനുള്ള ആട്ടിൻകുട്ടിയെ അറുത്തു പാചകം ചെയ്ത് അത് പാചകം ചെയ്ത് കറിയായി സുപ്രയുടെ മുന്നിലിരുന്നപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ കരങ്ങൾ അതിലേക്ക് പോകുമ്പോൾ ആ മാംസക്കഷ്ണം പറയുകയാണ്, കഴിക്കല്ല നബിയേ, കഴിക്കല്ല നബിയേ, ഞാൻ വിഷം ഉള്ളയാളാണ് നബിയേ. സഹോദരങ്ങളെ, ഹബീബായ തങ്ങൾ നോക്കുമ്പോൾ പല സഹാബിമാരും അതാ പിടഞ്ഞു വീണു മരിക്കുകയാണ്. ആ ജൂതയായ പെണ്ണിനെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ഈ മാംസം എന്നോട് സംസാരിക്കുകയാണ്, ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ട്, ഇതെന്തൊരു ചതിയാണ് നീ ചെയ്തത്, എന്തൊരു വഞ്ചനയാണ് നീ ചെയ്തത്. അന്നേരത്ത് പെണ്ണ് പറയുകയാണ്, എന്നോട് രോഷപ്രകടനം നടത്താതെ നബിയേ, എന്നോട് പ്രതികാരമെടുക്കല്ലേ നബിയേ, എന്നോട് രോഷപ്രകടനം നടത്തല്ലേ നബിയേ. ഞാനൊരു മനസ്സിനകത്തൊരു എക്സ്പെരിമെന്റ് മൈൻഡിൽ ഞാൻ ചെയ്തതാണ്, പരീക്ഷണാർത്ഥം ഞാൻ ചെയ്തതാണ്. അവിടുന്ന് സത്യപ്രവാചകനാണെങ്കിൽ അവിടുന്ന് ഇത് തിരിച്ചറിയും, അവിടുന്ന് കള്ളപ്രവാചകനാണെങ്കിൽ അതോടെ നിങ്ങളുടെ കഥ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഇതുപോലൊരു രാജാവിനെ കാണാൻ പറ്റുമോ? ലോക ചരിത്രത്തിൽ ഇതുപോലൊരു നേതാവിനെ കാണാൻ പറ്റുമോ? തനിക്ക് വിഷം തന്നാൽ, തനിക്ക് വിഷം തന്ന പ്രിയപ്പെട്ട പ്രതി, തനിക്ക് വിഷം തന്ന പ്രതി തന്റെ മുന്നിൽ നിൽക്കുകയാണ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലാത്ത പ്രതി തന്റെ മുന്നിൽ നിൽക്കുകയാണ്. രാജാവിന്റെ കയ്യിൽ സൈന്യമുണ്ട്, പട്ടാളമുണ്ട്. ഒന്ന് വിരലിനൊടിച്ചാൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ അരയിൽ കിടക്കുന്ന മൂർച്ചയുള്ള ഖഡ്ഗം അത് ഫാസ്റ്റായിട്ടൊന്ന് പാസാക്കിയാൽ അവളുടെ തല അന്തരീക്ഷത്തിലൂടെ കരിയില പോലെ പാറിപ്പറക്കുമായിരുന്നു. പക്ഷേ ജാൻ ദേ ദോ വഅദയെ ദീദാർ പാർ, जान दे दो बर्दये दीदार पर, नक़द अपना दाम हो ही जाएगा, जाएगा. വിട്ടുവീഴ്ച ചെയ്തു, വിട്ടുവീഴ്ചയുടെ വിഹായുസ്, കാരുണ്യത്തിന്റെ വിഹായുസ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാവർത്തി കേട്ടതല്ല, 1000 ആവർത്തി നിങ്ങൾ കേട്ടതാകാം. പക്ഷെ ഈ മജ്ലിസ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളി ആകാശസീമയിൽ ഉദിച്ചു പ്രകാശം പരത്തുന്ന ആ നാളിലാണ് നമ്മൾ ഈ സദസ്സോട് ഒരുമിച്ച് കൂടിയത്. ഖൽബുള്ള മുഅ്മിനീങ്ങൾക്ക്, അവിടുത്തെ പ്രണയിക്കുന്ന ആളുകൾക്ക് കേൾക്കുന്തോറും കേൾക്കുന്തോറും ഖൽബിൽ മഹബ്ബത്ത് വർദ്ധിച്ചു 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 വരികയാണ്. അവർക്ക് ബോറടിക്കില്ല, അവർക്ക് അലസതയുണ്ടാകില്ല, അവർ ഹൃദയപൂർവ്വം കേട്ടിരിക്കും. പോരാ പോരാ, അല്ലാഹുവുമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുനാജാത്തിന്റെ സമയമാണല്ലോ നിസ്കാരത്തിന്റെ സമയം. ഒരു വേള നിസ്കാരത്തിൽ സുജൂദിലങ്ങ് പോയപ്പോൾ പുന്നാര നബി തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ ലേറ്റായപ്പോൾ സഹാബത്ത് വിചാരിച്ചു, പടച്ചവനെ വല്ലായത്തും ജിബ്രീൽ ഇറക്കിയോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന വല്ല പുതിയ ആയത്തും അവതരിപ്പിച്ചിട്ട് പൊന്നാര ഹബീബ് അവിടുത്തെ സുദീർഘമാക്കുകയാണോ സുജൂദെന്നിങ്ങനെ സഹാബത്ത് ചിന്തിക്കുവോളം പൊന്നാര ഹബീബായ തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്.
സലാമ് വീട്ടിക്കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബിയേ അവിടുത്തെ സുദീർഘമായി പോയല്ലോ സുജൂദ്? അന്നേരത്തെ അണപ്പല്ലുകൾ കാണുന്ന വിധം ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് പാൽ നിലാവ് പോലെ പാൽ പുഞ്ചിരി തൂകിയിട്ട് ഹബീബ് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ മക്കൾ ഹസനും എന്റെ മക്കൾ ഹുസൈനും എന്റെ തോളത്ത് കയറിയിരിക്കുകയായിരുന്നു. എപ്പോഴാണിത്? നമ്മളെ കുട്ടികളെ നമ്മുടെ നിസ്കാരത്തിന്റെ റൂമിലെ പോലും കേറ്റൂല. നമ്മളെ ഉമ്മാമാരൊക്കെ, ചില ഉമ്മാമാർ അങ്ങനെയാണ്. നമ്മുടെ കുട്ടികള് പലതും പേടിച്ചിട്ടാണ്. എന്നിരുന്നാലും നമ്മുടെ കുട്ടികൾ നമ്മൾ നിസ്കരിക്കുന്നതൊക്കെ നമ്മുടെ കുട്ടികൾ കാണണം. അവരുടെ ചെറിയ ഹൃദയമുണ്ടല്ലോ, വെറും കാലിയായൊരു പാത്രമാണെന്നുള്ളതാ. ആ ഹൃദയത്തിൽ സ്വന്തം ഉമ്മ നിസ്കരിക്കുന്നത്, വാപ്പ നിസ്കരിക്കുന്നത്, ആ കുഞ്ഞ് കണ്ണുകൊണ്ട് നിഷ്കളങ്കമായ കൽബ് കൊണ്ട് പൊന്നുമോനിങ്ങനെ നോക്കിയിട്ട് കണ്ട് അത് ഒപ്പിയെടുത്ത് റെക്കോർഡ് ചെയ്ത് ക്യാച്ച് ചെയ്ത് ഹൃദയത്തിൽ ഒരു പിക്ചറായി അവൻ സൂക്ഷിച്ചു വെക്കണം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ തഖ്വയുള്ളവരായിട്ട് ലോകത്തൊരാളുമില്ലല്ലോ സഹോദരങ്ങളെ. അവിടുത്തെ തോളത്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആന കളിക്കുകയാണ്. സുജൂദിൽ കിടന്നപ്പോഴാണ് പല കുട്ടികളും ചിലപ്പോ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നാൽ നിസ്കരിക്കുന്ന ആളിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോകും. കുട്ടിക്കറിയത്തില്ല ഓടാൻ പാടില്ല എന്നൊന്നും. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നിസ്കരിക്കുന്ന ആളിന്റെ മുന്നിലൂടെ പാസ്സാകാൻ പാടില്ല. അങ്ങനെ ഒരാൾ 40 കൊല്ലക്കാലം കാത്തു നിൽക്കേണ്ടി വന്നാലും ഞാൻ അവിടെ തന്നെ നിൽക്കും, നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പോകില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. എന്നാലും ചെറിയ കുട്ടികൾ പള്ളിയിൽ ഇങ്ങനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ നമ്മുടെ തഖ്വ മാറുകയാണ്, നമ്മുടെ ഇഖ്ലാസ് പോകുകയാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഉറക്ക ഓതിപ്പോകുകയാണ്. മാറടാ അവിടെ നിന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, അത്തരം അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പൊന്നുമക്കളോട് കാണിച്ച കാരുണ്യം എത്ര വലുതാണ്. നിങ്ങൾ അറിയുമോ, ഒരു സഹാബിയുമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സഹാബിയുടെ ചെറിയ കുട്ടി ഉപ്പാ എന്ന് വിളിച്ച് ഓടി വന്നു ആ സഹാബിയുടെ നേരെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സദസ്സിലാണ്. അവിടുത്തെയോടാണ് ഈ സഹാബി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ കുട്ടി ഓടി വന്നപ്പോൾ മോനെ എന്ന് വിളിച്ച് ആ സ്വഹാബി ആ കുഞ്ഞുമോന്റെ വലത്തെ കവിളിലും ഇടത്തെ കവിളിലും ചുംബനം കൊടുത്ത് ആ പൊന്നുമോനെ പിടിച്ചു മടിയിൽ ഇങ്ങനെ ഇരുത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ തൊട്ട് മൂത്ത കുട്ടി, തൊട്ട് മുതിർന്ന കുട്ടി ഉപ്പാന്നും വിളിച്ചോണ്ട് നേരെ ഈ സ്വഹാബിയുടെ നേരെ വരികയാണ്. അന്നേരത്ത് ആ സ്വഹാബി വര്യൻ ഹബീബായ തങ്ങളുടെ തിരുമുന്നിൽ വച്ചിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്തു പിടിച്ചവന്റെ ഒരു കവിൾ തടത്തിൽ ചുംബനം നൽകി. എന്നിട്ട് അവനെ നിലത്തങ്ങിരുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ രംഗമങ്ങ് കണ്ടപ്പോൾ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്ന പുന്നാര ഹബീബിന്റെ മുഖം അങ്ങനെ ചുമക്കുകയാണ്. കോപം കൊണ്ട് വിറച്ചിട്ട് പറഞ്ഞു, വല്ലാഹി മാ അദൽത ബൈനഹുമാ. ആരോട് പറയുകയാണ്? തന്റെ മുന്നിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബിയോട് പറയുന്നു, നീ നിന്റെ മക്കൾക്കിടയിൽ നീതി കാണിച്ചിട്ടില്ല, നീ നിന്റെ മക്കൾക്കിടയിൽ നീതി ചെയ്തിട്ടില്ല. ഇന്ന് പാരന്റിങ് എന്ന് പറയുന്നൊരു ശാസ്ത്രശാഖയുണ്ട്. അതാ അകലെ അകലെ അമേരിക്കയിലെ ടെക്സാസിലും ഡള്ളാസിലും ലോസ് ആഞ്ചൽസിലും വാഷിംഗ്ടണിലും ന്യൂയോർക്കിലുമെല്ലാം സൈക്കോളജിയുടെ അപ്പക്സ് ആയിട്ട് പാരന്റിങ് എന്ന് പറയുന്നൊരു ഒരു പഠന മേഖല തന്നെ തുറന്നിട്ടുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അത് 1980കളിൽ ആരംഭിച്ചതാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഇസ്ലാമിക് പാരന്റിങ് പറഞ്ഞു തരുകയാണ്.
നീ നിന്റെ ഒന്നാമത്തെ കുട്ടി നിന്റെ ചാരത്ത് വന്നപ്പോൾ അവന്റെ വലത്തെ കവിളിൽ ചുംബിച്ചു, അവന്റെ ഇടത്തെ കവിളിൽ ചുംബിച്ചു, അവനെ പിടിച്ച് നിന്റെ വലത്തെ മടിത്തട്ടിലിരുത്തി. രണ്ടാമത്തെ കുട്ടി ഓടി വന്നപ്പോൾ അവന് ഒരു ചുംബനം മാത്രം കൊടുത്തു, അവനെ നിന്റെ മടിത്തട്ടിലിരുത്തിയില്ല, നീ അവനെ തറയിലിരുത്തി. ഇത് അനീതിയാണ്. കുഞ്ഞുങ്ങൾക്ക് അനീതിയുടെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീതിയുടെ അധ്യാപനങ്ങളെ പിതാക്കൾക്ക് പകർന്നു കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് കാരുണ്യത്തിന്റെ സൂര്യോദയമായി പ്രപഞ്ചത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹാബി വേഗം കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിച്ച് തന്റെ ഇടത്തെ മടിത്തട്ടിൽ, മറ്റേ മകന് വലത്തെ മടിത്തട്ടിലും മറ്റേ കുട്ടിയെ ഇടത്തെ മടിത്തട്ടിലും ഇങ്ങനെ ചേർത്തു വെച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, അവിടുത്തെ പൊന്നുമോള് ബീവി ഫാത്തിമ ഭരതമ്പിളി പോലെ, വെണ്ണിലെ താരകം പോലെ, അമ്പിയരാജന്റെ ഇമ്പർ ഹബീബിന്റെ പൊന്നോളി ഫാത്തിമ ബീവി, പൊന്നോളി ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ കാരുണ്യത്തിന്റെ നേതാവ് വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങും. ഇറങ്ങിയിട്ട് നേരെ പോകും. നേരെ പോയിട്ട് പൊന്നുമോളെ എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവിയുടെ കയ്യിൽ പിടിച്ച് സ്വീകരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരും. നമ്മളിൽ എത്ര ആളുകൾ അത് ചെയ്യാറുണ്ട്? പലപ്പോഴും വാപ്പമാര് വീടിന്റെ കോലായിലിരുന്നാൽ പ്രായപൂർത്തിയെത്തിയ മക്കള് വരുമ്പോൾ വാപ്പായിരിക്കുക എന്തോ സിംഹത്തെ കണ്ട മാതിരി അവൻ നേരെ അടുക്കള വാതിലൂടെ കറങ്ങി ഉമ്മാടെ അടുത്തുകൂടെ വരും. അങ്ങനൊരു വാപ്പയാകാൻ പാടില്ല നമ്മൾ. നമ്മുടെ പ്രിയപ്പെട്ട കാരണം ഹബീബിനേക്കാൾ വലിയവരല്ലല്ലോ നമ്മൾ സഹോദരങ്ങളെ. അവിടുത്തെ പൊന്നുമോള് ഫാത്തിമ ബീവി വരുമ്പോൾ ലോകൈക ഗുരുവായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. വീടിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോയി പൊന്നുമോളുടെ കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് സ്നേഹത്തോടെ അരികത്ത് ചേർത്തു പിടിച്ചു കൊണ്ടുവരികയാണ്. ഇതെത്ര വലിയ കരുണയുടെ അധ്യായമാണ്, ഇതെത്ര വലിയ കാരുണ്യത്തിന്റെ സാഗരമാണ്. ഇങ്ങനെ കരുണയുള്ളൊരു വാപ്പയാകാനാണ്, ഇങ്ങനെ കാരുണ്യമുള്ളൊരു വാപ്പയാകാനാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, എത്ര ആളുകൾ ഇതൊക്കെ പാലിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹം കൊടുക്കും. കുറച്ചങ്ങ് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവനെ മുത്തത്തില്ല. 16 വയസ്സായ മക്കളെ മുത്തിയ വാപ്പാമാർ എത്ര പേരുണ്ടെന്ന് ഞാൻ കൈപൊക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈപൊക്കുമെന്ന് എനിക്കറിയില്ല. അവൻ SSLCക്ക് ഫസ്റ്റ് ക്ലാസ് മേടിച്ചു വന്നാൽ പാപ്പ കൈ പിടിച്ചിട്ട് മോനെ സന്തോഷമായി. മദ്രസയിൽ 10ാം ക്ലാസ്സിൽ പാസ്സായ നല്ല ഹൈ മാർക്ക് സർട്ടിഫിക്കറ്റുമായി മോൻ വന്നാൽ ആ മോനെ ചേർത്ത് നിർത്തിയിട്ടൊരു ചുംബനം കവിളത്ത് കൊടുത്തിട്ട് നന്നായി എന്റെ പൊന്നുമോ, നന്നായി പഠിച്ചു, നന്നായി ജയിച്ചു എന്നൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ, ഒന്ന് അഭിനന്ദിക്കാൻ എത്ര ഉപ്പമാര് തയ്യാറായിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകളൊക്കെ ജയിക്കുമ്പോ മക്കൾക്ക് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കും. അത് സ്നേഹമല്ല, അത് ഭ്രമമാണ്, അത് പാടില്ല, ഹറാമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് സ്നേഹമാകാം, നിങ്ങളുടെ മക്കളോട് സ്നേഹമാകാം, നിങ്ങളുടെ സമ്പത്തുക്കളോട് സ്നേഹമാകാം. അത് അനുവദനീയമാണ്, ജായിസാണ്. പക്ഷേ ഭാര്യയോട് ഭ്രമം വന്നാൽ അത് ഹറാമാണ്. സമ്പത്തിനോട് ഭ്രമം വന്നു പോയാൽ അതും ഹറാമാണ്. എങ്ങനെയാണ് ഭാര്യയോട് ഭ്രമം വരുന്നത്? ഔറത്ത് മറയ്ക്കാതെ ഭാര്യ നടക്കുമ്പോൾ നിങ്ങൾ പറയുന്നില്ല തലയിലൊന്ന് തുണിയിടാൻ, ആ മാറൊന്ന് മറയ്ക്കുവാൻ, പർദ്ദയിട്ടൊന്ന് നടക്കുവാൻ. സാരി ഉടുത്താണ് ഭാര്യ നടക്കുന്നത്. ശരിക്കും ഔറത്ത് മറച്ചിട്ടല്ല,
ബോഡിയുടെ സ്ട്രക്ചർ വ്യക്തമായി കാണുന്ന ഡ്രസ്സാണ് അവൾ ധരിക്കുന്നത്. ഭർത്താവ് നിസ്കരിക്കുന്നയാളാണ്, ഭർത്താവ് അള്ളാഹുവിനെ പേടിയുള്ളയാളാണ്. പക്ഷേ ഭാര്യയോട് ഭ്രമമുണ്ടെങ്കിൽ ഭർത്താവ് പറയും വേണ്ട, അത്രയൊക്കെ മതി. അവളോട് പറഞ്ഞാൽ അവൾ പിണങ്ങിയാലോ അത് ഹറാമാണ്. ഭാര്യയോടെന്നല്ല, സമ്പത്തിനോടെന്നല്ല, മക്കളതാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരത്തുകൾ ഉയർന്നു കേൾക്കുമ്പോൾ വാപ്പ ജമാഅത്തിന് നിസ്കരിക്കാൻ പോകുകയാണ്. മകനാണെങ്കിലോ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുകയാണ്. അന്നേരത്ത് വാപ്പാക്കൊരു മടിയാണ്. 18 വയസ്സുകാരനോട് മോനോട്, എടാ മോനെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചടാ, കളിച്ചിട്ടൊക്കെ മതി, നീ നിസ്കരിച്ചിട്ട് വന്ന് കളിച്ചോ എന്ന് പറയാതെ, ഞാൻ അവനോടത് പറഞ്ഞാൽ അവന്റെ പ്രതികരണം എന്തായിരിക്കും? അവൻ എന്നോട് പിണങ്ങിയാലോ? കുട്ടികളല്ലേ, കളിച്ചോട്ടെ. അതല്ലെങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം. സുബഹിയുടെ ബാങ്ക് കേട്ടപ്പോ വാപ്പ ഒതുവെടുത്ത് പള്ളിയിലേക്ക് പോകുകയാണ്. മകനാണെങ്കിൽ അവന്റെ ആന്ധ്രാപ്രദേശിൽ കയ്യം കയറ്റി വെച്ച് കിടന്നുറങ്ങുകയാണ്. വാപ്പ മകനെ വിളിക്കുന്നില്ല. കുട്ടിയല്ലേ, കിടന്നുറങ്ങട്ടെ, അവൻ നാളെ എക്സാമാണ്. അവൻ ഒരുപാട് താമസിച്ചാണ് കിടന്നത്, ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു എന്ന വിചാരങ്ങൾ വെച്ചിട്ട് നമ്മൾ സഹോദരങ്ങളെ നമ്മുടെ കുട്ടികളെ പള്ളിയിലേക്ക് കൈപിടിച്ച് നടക്കാതിരുന്നാൽ അത് കുട്ടിയോടുള്ള സ്നേഹമല്ല, അത് കുട്ടിയോടുള്ള ഭ്രമമാണ്, അത് ഹറാമാണെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിന് പുറപ്പെടുന്ന നേരത്ത് പോലും അവിടുന്ന് സൈനികരെ വിളിച്ചിട്ട് ഉപദേശിച്ചു, നിങ്ങൾ കുട്ടികളെ ആക്രമിക്കല്ലേ, നിങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കല്ലേ, ഒരു മരം പോലും, ഒരു മരച്ചില്ല പോലും നിങ്ങൾ കേടുവരുത്തല്ലേ, നിങ്ങൾ വൃദ്ധരായ പാവപ്പെട്ട നല്ല പ്രായമുള്ള വൃദ്ധരായ ആളുകളെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇന്നിപ്പോ ആധുനിക ലോകത്ത് ഇറാഖിൽ 10 ലക്ഷം കുട്ടികൾ ബാഗ്ദാദിന്റെ തെരുവുകളിൽ കിടക്കുകയാണ്. സ്കൂളില്ല, പാഠപുസ്തകമില്ല, പേനയില്ല. സഹോദര, എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ രാവിലെ പ്രഭാതമാകുമ്പോൾ അവർ സ്കൂളിലേക്ക് നടക്കുകയാണ്, ബാഗ് തൂക്കി അവർ കോളേജിൽ പോകുകയാണ്. എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങൾ ഇറാഖിലുള്ള ബാഗ്ദാദിലുള്ള 10 ലക്ഷത്തിൽ പരം മക്കൾ, അവർക്ക് പേനയില്ല എഴുതാൻ, അവർക്ക് പഠിക്കാൻ പുസ്തകമില്ല, അവർക്കിരിക്കാൻ ക്ലാസ് മുറികളില്ല. ഇത് ആധുനിക ലോകത്തെ യുദ്ധക്കുതിയന്മാരുടെ യുദ്ധം കൊണ്ട് ലോകത്ത് സംഭവിച്ച വലിയ ഡിസാസ്റ്ററാണ്, ദുരന്തമാണ് സഹോദരങ്ങളെ. എന്നാൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പടയോട്ടം നടത്തുന്ന സൈനികരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുഞ്ഞും ആക്രമിക്കപ്പെടാൻ പാടില്ല, ഒരു വൃദ്ധനും വിഷമിക്കപ്പെടാൻ പാടില്ല, ഒരു മരച്ചില്ല പോലും വെട്ടിമുറിക്കപ്പെടാൻ പാടില്ല, ഒരു പെങ്ങളെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ലോകത്ത് അധ്യാപനങ്ങൾ നടത്തി, കേവലം അത് അധ്യാപനങ്ങളിലും വാചക കസറത്തുകളിലുമല്ല, അത് പ്രാക്ടിക്കലി റിയലി അത് ഹഖീഖത്ത് എന്ന നിലയ്ക്ക് ലോകത്ത് കാണിച്ചു തന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയങ്കരനായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി അവറുകൾ സഹോദരങ്ങളെ ബാഗ്ദാദിൽ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ബാഗ്ദാദ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ സിയാറത്തിന്റെ ദർബാറിലേക്ക് നടക്കുമ്പോൾ കുറെ കുട്ടികൾ ഓടി വരികയാണ്. ഞങ്ങൾക്ക് ഉമ്മയില്ല, ഞങ്ങൾക്ക് വാപ്പയില്ല, ഞങ്ങൾക്ക് സഹോദരങ്ങളില്ല,
ഞങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടമില്ല, ഉടുക്കാൻ വസ്ത്രങ്ങളില്ല, ധരിക്കാൻ ഞങ്ങൾക്ക് വസ്ത്രങ്ങളില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ല. തരുമോ തരുമോ ദീനാറുകൾക്ക് വേണ്ടി, ദിർഹമുകൾക്ക് വേണ്ടി. ആദരണീയരായ ഉസ്താദ് അവിടുത്തെ ഏതോ ഒരു മജ്ലിസിൽ ഈ വിനീതനായ മുത്തല്ലിമുള്ള സദസ്സിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എത്രയോ പൊന്നുമക്കൾ അഫ്ഗാനിന്റെയും ഇറാഖിന്റെയും ലബനാനിന്റെയും ഫലസ്തീനിന്റെയും ഇടനാഴികകളിൽ അനാഥരായി വലിച്ചെറിയപ്പെടുകയാണ്. എന്നാൽ അനവകാസിം അനവകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ. യതീമിന് അഭയം കൊടുക്കുന്നവനും യതീമിന് സംരക്ഷണം നൽകുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ മദീനയുടെ തെരുവിലൂടെ കാരുണ്യത്തിന്റെ പ്രകാശമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ സഹോദരങ്ങളെ, ഒരു കുഞ്ഞുമോനിരുന്ന് കരയുകയാണ്. മദീന മുഴുവനും തക്ബീറിന്റെ അമരധ്വനികൾ ഉയർന്നു കേൾക്കുകയാണ്. അന്നൊരു പെരുന്നാളിന്റെ സുദിനമാണ്. പുതുവസ്ത്രങ്ങൾ ധരിച്ച്, പുത്തനുടുപ്പുകൾ ധരിച്ച്, അത്തർ പൂശി, പിതാക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് പള്ളിയിലേക്ക് കുഞ്ഞുമക്കൾ നടന്ന് പോകുകയാണ്. അന്നേരത്തെ തക്ബീറിന്റെ അമരധ്വനികൾ മദീനയുടെ മുക്കിനെയും മൂലയെയും ഗ്രാമാന്തർ ഭാഗങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒഴുകുകയാണ്. അന്നൊരു പെരുന്നാളിന്റെ ദിവസമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കാരുണ്യത്തിന്റെ തിരുനബി തിങ്കൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ തെരുവിലൂടെ നടക്കുമ്പോൾ മദീന മുഴുവനും ആഹ്ലാദിക്കുന്ന നേരത്ത് ഒരു കുഞ്ഞുബാലൻ മദീനയിലെ തെരുവിലിരുന്ന് കരയുകയാണ്. ഹബീബായ തങ്ങൾ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മോനെ നീ ആരാണ്? എന്ന് പെരുന്നാളാണ്, നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് പുതുവസ്ത്രങ്ങളില്ലയോ? നീ ആഹാരം കഴിച്ചിട്ടില്ലയോ? അവൻ പറയുകയാണ്, അനയതീമും മിൻ യതാമൽ മുസ്ലിമീൻ അത്ഇമൂനി യാ റസൂലല്ലാഹ്. നബിയേ, മുത്തനബിയേ, മുത്തനബിയേ, ഉപ്പയില്ലെനിക്ക്, പുത്തനോട് പാൽ നാണം മറയ്ക്കാൻ വിധിയില്ലെനിക്ക്. മുത്തുനബിയേ, മുത്തുനബിയേ, ഉപ്പയില്ലെനിക്ക്, പുത്തനോട് പാൽ നാണം മറയ്ക്കാൻ വിധിയില്ലെനിക്ക്. ചാഞ്ചാടുന്നു, കളിച്ചിടുന്നു, കുട്ടികൾ പാടുന്നു. ചാഞ്ചാടുന്നു, രസിച്ചിടുന്നു, കുട്ടികൾ പാടുന്നു. പാരിതിലാകെ പൊൻപെരുന്നാളിൻ അലയൊലി കേൾക്കുന്നു. പാരിതിലാകെ പൊൻപെരുന്നാളിൻ അലയൊലി ഉയരുന്നു. ഉപ്പയില്ല, ഉമ്മയില്ല, പുത്തനുടുപ്പ് ധരിക്കാനില്ല, ആഹരിക്കാൻ ആഹാരമില്ല. എനിക്കൊരു പിടി ആഹാരം തരുമോ നബിയേ? എനിക്ക് ധരിക്കാൻ ഒരു കുഞ്ഞുടുപ്പ് തരുമോ നബിയേ? മദീനയിലെ തെരുവിന്റെ കവലയിൽ
ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരു യതീമിന്റെ രോദനം കേട്ടപ്പോൾ മുസ്തഫായുടെ കൽബ് പൊട്ടുകയാണ്. ഹബീബിന്റെ ഹൃദയം സങ്കടം കൊണ്ട് കടല് പോലെ അവിടുത്തെ കണ്ണുകൾ ഒഴുകുകയാണ്. മോനെ, ഇന്നു മുതൽ നീ യതീമല്ല. മുന്തു ഹാദൽ യൗം അനാ അബൂക, ഞാൻ നിന്റെ പിതാവാണ്. ബീവി ആയിഷ നിന്റെ മാതാവാണ്. ആ കുഞ്ഞിനെ, തെരുവിന്റെ മോനെ, ആരുമാരും വലിച്ചെറിയപ്പെട്ട അനാഥ ബാല്യത്തെ മുസ്തഫായ തങ്ങൾ ചേർത്തു പിടിച്ചു. അവന്റെ നെറ്റിത്തടത്തിൽ ചുംബനം തു, അവന്റെ നെറുകയിൽ തലോടി, അവിടുത്തെ കരങ്ങൾ കൊണ്ട് തലോടി. എന്നിട്ട് കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി. മോളെ ആയിഷ, ഇതാ ഇന്നൊരു പെരുന്നാൾ സമ്മാനം, ഇതാ ഒരു പെരുന്നാൾ സമ്മാനം. ഇവരൊരു യതീമാണ്. ഉമ്മയില്ലാത്തവൻ, വാപ്പയില്ലാത്തവൻ, ആരുമാരും അഭയം കൊടുക്കാത്തവൻ, തെരുവിന്റെ കവലയിൽ വലിച്ചെറിയപ്പെട്ടവൻ, അവഗണനയുടെ ചാട്ടവാറടിയേറ്റ് കരിവാളിച്ചവൻ. അവന്റെ മുഖം കറുത്തിരിക്കുകയാ. അവൻ പാവപ്പെട്ടവനായതുകൊണ്ടാ, അവൻ ഉപ്പയില്ലാത്തത് കൊണ്ടാ, അവന് ചുംബനം കൊടുക്കാൻ ഉമ്മയില്ലാത്തത് കൊണ്ടാ, അവൻ ലാളിക്കാൻ അവന്റെ പ്രിയപ്പെട്ട മാതാക്കളില്ലാത്തത് കൊണ്ടാ. ഹബീബായ തങ്ങളുടെ കൈകളിൽ നിന്ന് ആയിഷ ഉമ്മ കുഞ്ഞിനെ വാങ്ങി കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് സുഗന്ധം പൂശി ഹബീബിന്റെ കൈകളിൽ പിടിച്ചേൽപ്പിച്ചു. പോരുന്ന നേരത്ത് കുഞ്ഞുമോൻ ചോദിച്ചു, കുട്ടികൾ എന്നോട് ചോദിക്കും നിന്റെ വാപ്പയാരാണെന്ന്. അന്നേരത്ത് ഹബീബ് പറഞ്ഞു, മിമ്പറിൽ ഞാൻ ഖുത്ബയോദിക്കൊണ്ട് നിൽക്കുമ്പോൾ നീ എന്നെ ചൂണ്ടിക്കാണിക്കണം. മിഹ്റാബിൽ ഞാൻ ഇമാമത്ത് നിൽക്കുമ്പോൾ നീ എന്നെ ചൂണ്ടിക്കാണിക്കണം. അതെന്റെ വാപ്പയാണ്, അതെന്റെ വാപ്പയാണ്. തെരുവിന്റെ കവലയിൽ പിതാവില്ലാതെ വലിച്ചെറിയപ്പെട്ട അനാഥന് കാരുണ്യത്തിന്റെ കരതല സ്പർശങ്ങൾ നൽകി ലോകത്തോടന്നൊരു പ്രഖ്യാപനം നടത്തി പുന്നാര നബി. സഹോദരങ്ങളെ, അവിടുത്തെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ്, അവിടുത്തെ പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞ് അവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്താദ്യമായി അനാഥകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രപഞ്ചത്തിൽ ആദ്യമായി കാരുണ്യത്തിന്റെ പ്രഖ്യാപനം നടത്തിയ ലോകൈക ഗുരു പറഞ്ഞു, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാ, സ്വർഗത്തിൽ ഇങ്ങനെയാ. അവിടുത്തെ ചൂണ്ടുവിരല്, അവിടുത്തെ മധ്യവിരല് അതുയർത്തി കാണിച്ചിട്ട് സഹാബത്തിനോട് പറഞ്ഞു, അനാഥകളെ സംരക്ഷിക്കുന്നവനും ഞാനും ഇങ്ങനെയാണ്. സഹോദരങ്ങളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചു, ലോകത്തെ അത് പഠിപ്പിച്ചു. നിങ്ങൾ രോഗികളായ ആളുകളെ ഇന്ന് അവഗണിക്കുകയാണ് ലോകം. എന്നാൽ കാരുണ്യത്തിന്റെ തിരുനബി തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരെ നിങ്ങൾ സംരക്ഷിക്കണം. പറ്റുമെങ്കിൽ രോഗിയെ നിങ്ങൾ സന്ദർശിക്കണം. സന്ദർശനത്തിന് ചെല്ലലും ഖദ് സുന്നാ, സമയം ചുരുക്കിയെടുത്തു പിരിയണമെന്നാ. അല്ലാഹുവേ, തഴവ ഉസ്താദിന്റെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബുകൾ അത് നീ നന്നാക്കി തരണം റഹ്മാനേ. സഹോദരങ്ങളെ, പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ചു, രോഗിയായ മനുഷ്യന് വലിയ പ്രതിഫലമാണ്. അവൻ അനുഭവിക്കുന്ന ഓരോ വേദനയ്ക്കും പകരമായി അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവന്റെ ദുനിയാവിലെ പദവികളെ ഉയർത്തുകയും അവന്റെ ആഖിറത്തിലെ ശ്രേഷ്ഠതകളെ വളർത്തുകയും ചെയ്യുമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ രോഗികളെ സന്ദർശിക്കണം, അത് പ്രത്യേകം സുന്നത്താക്കി പുന്നാര ഹബീബ്. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി ദുആരന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ദുആരക്കാൻ ഒരു മലക്കിനെ നിയോഗിക്കുമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത സമയത്ത് ഒരു ഉമ്മ തന്റെ മോനോട് പറഞ്ഞു, എടാ എനിക്ക് ഭീമാപ്പള്ളി വരെ ഒന്ന് പോകണം, നീ ഒന്ന് കൊണ്ടാക്കാമോ? ഭീമാപ്പള്ളിയിൽ ആരാ മറപ്പെട്ട് കിടക്കുന്നത്? മഹദിയായ ബീവി ഉമ്മയാണ്. ഒരുപാട് കറാമത്തുകളുടെ കേളീരംഗമായി നമ്മുടെ സാക്ഷര കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഭീമാപ്പള്ളിയിൽ മറപ്പെട്ട് കിടക്കുകയാണ് ബീവി ഉമ്മ. നന്നേ പ്രായമുള്ള രോഗിയായ, കണ്ണ് കാണാൻ മേലാത്ത, ചെവി കേട്ടൂടാത്ത ഉമ്മ പറഞ്ഞു മോനോട്, എനിക്ക് ബീവി ഉമ്മയെ കാണാൻ പോണം, എനിക്ക് ഭീമാപ്പള്ളി പോണം. അങ്ങനെ അവസാനം ഉമ്മ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ആ മകൻ എന്ത് ചെയ്തു? ഉമ്മാന്റെ കയ്യിൽ പിടിച്ചൊരു ദിവസം രാവിലെ പറഞ്ഞു, നമുക്ക് ഭീമാപ്പള്ളി പോകാം. സഹോദരങ്ങളെ, ഇത് അന്റാർട്ടിക്കയിലോ അമേരിക്കയിലോ സാൻ ഫ്രാൻസിസ്കോയിലോ ഒന്നും നടന്നതല്ല. നിങ്ങളുടെ ഈ കൊട്ടാരക്കരയ്ക്കടുത്ത് നടന്നതാണ്, ഓടനാവട്ടത്തിനടുത്ത് നടന്നതാണ്. അതാരാ? ഒരു മുസ്ലിം മകനാണ്, ഒരു മുസ്ലിം ഉമ്മയാണ്. ആ ഒരു സുപ്രഭാതത്തിൽ ഉമ്മയോട് മകൻ പറഞ്ഞു, ഉമ്മ നമുക്ക് പോകാം, ഭീമാപ്പള്ളിയിൽ പോകാം. സഹോദരങ്ങളെ, ഉമ്മാന്റെ കയ്യിൽ പിടിച്ചിട്ട് മകനതാ പോകുകയാണ് ഭീമാപ്പള്ളിയിൽ. മഹദിയായ ബീവി ഉമ്മയുടെ ദർബാറിൽ, മാഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറിൽ, കല്ലടി മസ്താൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറിൽ. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയട്ടെ, മൂന്നാമത്തെ ദിവസം അവിടെ ഒരു ജേർണലിസ്റ്റായ ലേഡി, ഒരു പത്രപ്രവർത്തകയായ പെണ്ണ് ഭീമാപ്പള്ളിയിൽ ജസ്റ്റ് വിസിറ്റിന് വന്നതാണ്, ഒന്ന് കണ്ടുപോകാൻ വന്നതാണ്. അതല്ലെങ്കിൽ അവളുടെ എന്തോ സങ്കടം പറയാൻ അവിടെ വന്നതാണ്. അവള് നോക്കുമ്പോൾ അവിടെ ഉമ്മറപ്പടിയിൽ ഒരു ഉമ്മ ഇരുന്ന് കരയുകയാണ്. നന്നേ പ്രായമുള്ള രോഗിണിയായ ഉമ്മയാണ്. ഇവൾ അടുത്തു ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്തിനാണ് ഏകാഗിയായിരുന്ന് കരയുന്നത്? അന്നേരത്ത് മാതാവ് പറയുകയാണ്, മോളെ എന്റെ പൊന്നുമോനെ കാണുന്നില്ല. എന്നേക്ക് 3 ദിവസമായി ഞാൻ ഭീമാപ്പള്ളിയിൽ വന്നിട്ട് എന്റെ മോനെ കാണുന്നില്ല. എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്റെ ചെറുപ്പക്കാരായ കുട്ടികൾ എന്റെ വഴുതിന്റെ മജിലിസിലുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ എന്റെ ശബ്ദം കേട്ടിട്ട് അത്ര സുഖിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഹൃദയപൂർവ്വം ഒരു കുറച്ചു സമയം ഇതൊന്ന് കേട്ടിരിക്കണേ യുവാക്കളെ. ആ ഉമ്മ പറയുകയാണ്, എന്റെ പൊന്നുമോനെ കാണുന്നില്ല. 3ാമത്തെ ദിവസമാണിന്ന്. എനിക്കാണെങ്കിൽ മോളെ കണ്ണ് ശരിക്ക് കാണാൻ വയ്യ, എനിക്ക് കാത് ശരിക്ക് കേൾക്കാൻ വയ്യ, എന്റെ ശരീരത്തിന് ആഫിയത്തില്ല, എന്റെ മോനെ കാണാനില്ല. എന്റെ കുഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും കാണും, ഈ ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയെങ്കിലും കാണും. ഒന്നൊന്ന് പിടിച്ചു കൊണ്ടുവരുമോ? ഉമ്മ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് ആ വൃദ്ധയായ രോഗിണിയായ മാതാവ് അവിടെ വന്ന പത്രപ്രവർത്തകയായ ആ മുസ്ലിമായ ലേഡിയായ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ അവൾ അവളുടെ സാമർഥ്യം വെച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയാണ്. സഹോദരങ്ങളെ, സംഭവിച്ചതെന്താണ്? അവൻ മുസ്ലിമായ പൊന്നുമോൻ രോഗിണിയായ പ്രിയപ്പെട്ട മാതാവിനെ സംരക്ഷിക്കാൻ അവന്റെ ഭാര്യയ്ക്കും അവന്റെ മക്കൾക്കും തടസ്സമായപ്പോൾ ഭീമാപ്പള്ളിയിൽ വന്നപ്പോൾ അവിടെ കുറെ യാചകന്മാര് കിടക്കുകയാ, ആരോരുമില്ലാത്ത ആളുകൾ കിടക്കുകയാ. അവര് വരുന്ന ആളുകളോട് കൈനീട്ടുകയാ, എന്തെങ്കിലുമൊക്കെ നാണയങ്ങൾ എറിഞ്ഞു കൊടുക്കുമ്പോ അതുകൊണ്ട് ജീവിക്കുകയാ. എന്റെ ഉമ്മയെ ഞാൻ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോയാൽ എന്റെ ഭാര്യയ്ക്കത് ബുദ്ധിമുട്ടാണ്, എന്റെ മക്കൾക്കത് ബുദ്ധിമുട്ടാണ്. ഇനി ഒരിക്കലും ഈ കണ്ണ് കണ്ടുകൂടാത്ത, ചെവി കേട്ടുകൂടാത്ത നന്നേ അവശയായ മാതാവ് എന്നെ ഒരാൾക്കും ഇൻഫോം കൊടുക്കില്ല, എന്നെ പറ്റി ഒരാളോടും പറഞ്ഞു കൊടുക്കില്ല. ഇവിടെ കിടന്ന് ഈ യാചകരോടൊപ്പം അങ്ങ് ജീവിച്ചൊരു സുപ്രഭാതത്തിൽ അങ്ങ് മരിച്ചു പോകും. ഉമ്മയെ കാണാനില്ല എന്ന് ബന്ധുക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഹൃദയമുള്ള മുഅ്മിനേ,
ഇതൊരു മകൻ ചെയ്തതാണ്, രോഗിണിയായ മാതാവിനോടാണ്. 10 മാസം ഏത് ഗർഭാശയമാണോ, 10 മാസം ഏത് ഗർഭാശയമാണോ അവന് ഗർഭം ചുമന്നത്, ഏതു മാർവിടത്തിൽ നിന്നാണോ അവൻ അമ്മിഞ്ഞ ഈമ്പി കുടിച്ചത്, ഏതു മാതാവിന്റെ കൽത്തരങ്ങളിൽ കിടന്നിട്ടാണോ അവൻ താലോലം കേട്ടുറങ്ങിയത്, ഏതു മാതാവാണോ അവന്റെ നെറ്റിത്തടങ്ങളിൽ അവന്റെ കവിൾ തടങ്ങളിൽ മാറി മാറി ചുംബനം കൊടുത്തത്, ആ ഉമ്മയെ അവൻ വലിച്ചെറിയുകയാണ്. രോഗിയായതിന്റെ പേരിലാണ്. കാരണം രോഗിണിയായ ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്നും പൈസ ചെലവാണ്. എപ്പോഴും ആള് വേണം. ഉമ്മാക്ക് കണ്ണ് കണ്ടൂടാ. ആ ഉമ്മ പറയുകയാണ്, ആ കണ്ട ഹൗദിൽ നിന്ന് വെള്ളം കോരി കുടിച്ചാണ് ഞാൻ 3 ദിവസവും ഇവിടെ കഴിഞ്ഞത്. എന്റെ കുഞ്ഞി ആൾക്കൂട്ടത്തിൽ എവിടെയോ കാണും, എന്റെ കൈവിട്ടിട്ട് പോയതാണ്. ഒന്ന് തിരികെ എന്റെ കുഞ്ഞിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുമോ? ആ മാതാവ് വിശ്വസിച്ചിട്ടില്ല. അപ്പോഴും സ്വന്തം മകൻ തന്നെ വലിച്ചെറിഞ്ഞതാണെന്ന്. അല്ലാ, ഇതുപോലെ രോഗികളോടും മാതാക്കളോടും കൃപ ചെയ്യാത്തവന്മാർ പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കാരുണ്യത്തിന്റെ തിരുനബി തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. പ്രസംഗിക്കുന്ന മുസ്ലിയാരായാലും, ഇന്ത്യ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയാലും, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷന്റെ ബാൻ കി മൂണായാലും സ്വർഗം എവിടെയാണെന്നറിയുമോ? മുഅ്മിനായ മനുഷ്യ, എനിക്കും നിങ്ങൾക്കും സ്വർഗം എവിടെയാണെന്നറിയുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽപാദത്തിന് ചുവട്ടിലാണ്. ഉമ്മാന്റെ കാൽപാദത്തിന് ചുവട്ടിലാണ്. രോഗികളോട് കാരുണ്യം പഠിപ്പിച്ചു പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ ഇന്ന് വരുന്ന വഴിയിൽ ഒരു രോഗിയായ പിതാവിനെ കണ്ടിട്ടാണ് വരുന്നത്. ഇത്രയും കാലം രോഗിയായി കിടന്ന ഒരു പിതാവ് മരണപ്പെട്ടു. ആ മരണ വീട്ടിൽ കയറിയിട്ടാണ് ഞാൻ വരുന്നത്. അവരൊക്കെ പണ്ഡിതന്മാരായ മക്കളാണ്. ഞാൻ വന്ന് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ജനാസ ഇങ്ങനെ കിടക്കുകയാണ്. പണ്ഡിതന്മാരായ മക്കൾ ഇങ്ങനെ അതിന്റെ ചുറ്റുഭാഗത്തിരുന്നിട്ട് ഖുർആൻ ഓതുകയാണ്. മുഅ്മിനീങ്ങളെ, ഇവിടെ വലിയൊരു കാര്യം ഞാൻ പറയട്ടെ. സാന്ദർഭികമായി നമ്മളെ മക്കളെയൊക്കെ നമ്മൾ ആലിമീങ്ങളാക്കണം. കണ്ടില്ലേ, വാപ്പ മരിച്ചു കിടക്കുമ്പോ മകൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുകയാണ്. വാപ്പാന്റെ ജനാസയുടെ അരികത്തിരുന്ന് ഖുർആൻ ഓതാൻ അവന് നേരമില്ല. അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്ന് വന്നിട്ടേ ഉള്ളൂ ഒമാനിന്ന്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. അള്ളാഹു അവിടുത്തേക്ക് കുടുംബത്തിനും ജബ്ബാർക്ക് വാഹിദ് ലത്തീഫ് അവർക്കൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. വലിയ ദീനീ സ്നേഹികളും ദീനീ സഹായികളുമാണ്. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും അവരുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹവും നൽകുമാറാകട്ടെ. അവരുടെ സംരംഭങ്ങൾക്ക് അള്ളാഹു വളർച്ചയും ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ മനുഷ്യന്മാരോടും നമുക്ക് ദേഷ്യം പാടില്ല. ഒരാളോടും വെറുപ്പും വിദ്വേഷവും വെച്ച് പെരുമാറാൻ നമ്മൾ പാടില്ല. അത് നമ്മുടെ അന്യമതക്കാരായ സഹോദര സാമുദായിക അംഗങ്ങളിൽപ്പെട്ട ആളുകളാടായിരുന്നാൽ തന്നെയും നമ്മൾ വളരെ മാന്യമായിട്ട് വേണം പെരുമാറാൻ. അടിക്കുന്നവനോട് തിരിച്ചടിക്കുന്നത് നമ്മുടെ ഇസ്ലാമിന്റെ അധ്യാപനമല്ല. എന്റെ ചെറുപ്പക്കാരെ, കാരുണ്യത്തിന്റെ പ്രഖ്യാപനങ്ങൾ ലോകത്ത് പ്രഘോഷിച്ചു തന്ന പ്രവാചക പ്രവീണരത് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചയാളാണ് അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ഒരു ദിവസം അബൂ ജഹൽ ഹബീബായ തങ്ങളെ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു. സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ പുന്നാര നബി തങ്ങൾ സൽക്കാരം സ്വീകരിച്ചു.
ശത്രു ക്ഷണിച്ചാലും സൽക്കാരം സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സൽക്കാരത്തിന് ഇങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്. അബൂജഹൽ വലിയ കൊടും ചതി ചെയ്തു വെച്ചിട്ടാണ് പുന്നാര നബി തങ്ങളെ ക്ഷണിക്കുന്നത്. കാരണം എന്താ? തന്റെ വീടിന്റെ ഫ്രണ്ടിലതാ ഒരു വലിയ ഭീമാകാരമായ കുഴിയെടുത്തിട്ടിരിക്കുകയാണ്. അറിയാത്ത രീതിയിൽ അതിന്റെ മുകളിലൂടെ റോഡ് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. അബൂജഹൽ ഉത്ബത്തിനെയും ശൈബത്തിനെയും വലീദിനെയും ഗോത്ര പ്രമാണിമാരെയൊക്കെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. പുന്നാര നബിതങ്ങൾ വന്നതിനകത്ത് വീഴുന്ന രംഗമൊന്ന് കണ്ടാസ്വദിച്ച് കൈകൊട്ടിച്ചിരിച്ചു കൂക്കി വിളിക്കാൻ. സഹോദരങ്ങളെ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയേ അങ്ങോട്ട് പോകല്ലേ നബിയേ, അവിടെ അതാ ഒരു വലിയ കുഴിയെടുത്തിട്ടിരിക്കുകയാണ്. അവിടുത്തെ ചതിക്കാൻ അബൂജഹൽ ചെയ്ത കുതന്ത്രമാണ് നബിയേ. ഈ വാർത്ത അങ്ങ് കിട്ടിയപ്പോൾ തങ്ങളങ്ങ് തിരിച്ചു നടക്കുകയാണ്. തന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചാരുകസേരയിട്ട് അബൂജഹൽ ഇങ്ങനെ കിടന്നതാണ്. പുന്നാര ഹബീബ് വരുന്നതിനകത്ത് വീഴുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് തിരിച്ചു നടന്നപ്പോൾ അബൂജഹൽ അതാ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകല്ലേ പോകല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. താൻ ആർക്കു വേണ്ടി കുഴിച്ചു വെച്ച കുഴിയോ ആ കുഴിയിൽ താൻ തന്നെ അങ്ങ് വീഴുകയാണ്. സഹോദരങ്ങളെ, ചരിത്രം പറയുന്നത് കാണാം. അന്നവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കയറുകളും ഉപയോഗിച്ചു രക്ഷപ്പെടുത്താൻ, പക്ഷേ അബൂജഹലിന് കയ്യെത്തുന്നില്ല. അബൂജഹൽ കരയ്ക്ക് പറ്റുന്നില്ല. അവസാനം ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള പ്രമാണിമാരായ ഗോത്രത്തലവന്മാര് പറഞ്ഞു, കുഫാറുകൾ പറഞ്ഞു, മുഹമ്മദ് നബിക്കല്ലാതെ അബൂജഹലേ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂല. ഉടനെ ആള് പോയി പുന്നാര നബി തങ്ങളുടെ ദർബാറിൽ അവിടുന്ന് തിരിച്ചു വന്നു. അഗാധതയിൽ കിടക്കുന്ന അബൂജഹലിന്റെ നേരെ കൈയൊന്ന് നീട്ടിയപ്പോൾ ആ കയ്യിൽ പിടിച്ചിട്ട് അബൂജഹൽ കരയ്ക്ക് കയറി വന്നിട്ട് പറഞ്ഞു, വല്ലാത്തൊരു മജീഷ്യനാണ് താങ്കൾ, വല്ലാത്തൊരു മാന്ത്രികനാണ് താങ്കൾ, വല്ലാത്തൊരു ജാലവിദ്യക്കാരനാണ് താങ്കൾ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുകയാണ്. സഹോദരങ്ങളെ, ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്വഭാവം അങ്ങനെയല്ല. പുന്നാര ഹബീബ് പഠിപ്പിച്ചു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. നിങ്ങളിൽ ആരാണ് യഥാർത്ഥ മുസ്ലിം എന്നറിയുമോ? നിങ്ങളുടെ കൈ ഒരൊറ്റ ജനങ്ങൾക്കും ഉപദ്രവമാകാതിരുന്നാൽ, നിങ്ങളുടെ നാവ് കൊണ്ട് ഒരൊറ്റ ജനങ്ങളും വിഷമിക്കാതിരുന്നാൽ നിങ്ങളാണ് മുസ്ലിം. 5 നേരം നിസ്കരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ മുസ്ലിമാകൂല്ല. നമ്മുടെ കൈയും നമ്മുടെ നാവും ഒരൊറ്റ ജനങ്ങൾക്കും ഉപദ്രവമുണ്ടാക്കാത്തതാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളാകുന്നത്. സഹോദരങ്ങളെ, ഏതുവരെ നിങ്ങൾ നിങ്ങളുടെ മൃഗത്തെ പാല് കറക്കാൻ നേരത്ത് നിങ്ങൾ പോയാൽ, ആ മൃഗത്തിന്റെ പാല് കറക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ നഖം മുറിക്കണം. എന്നിട്ട് മാത്രമേ ആ ജന്തുവിന്റെ അകടിൽ നിങ്ങൾ സ്പർശിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്ത് എല്ലാ അർത്ഥത്തിലും കാരുണ്യത്തിന്റെ നിദർശനങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. വാളുമായി കൊല്ലാൻ വന്നവന്റെ കൈവെട്ടുകയല്ല, വാളുമായി കൊല്ലാൻ വന്നവനെ തടങ്കലിൽ അടയ്ക്കുകയല്ല,
വാളുമായി കൊല ചെയ്യാൻ കടന്നു വന്നവനെ പൂമാലയിട്ട് സ്വീകരിക്കുകയാണ്. മർഹബൻ അഹ്ലം വസഹ്ലാ, മർഹബായ മർഹബാ, വരുവീൻ വരുവീൻ എന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളെ കൊല്ലാൻ വേണ്ടി അരയിൽ വാളുമൊളിപ്പിച്ചു വന്ന ജൂതനായ മനുഷ്യന് പുന്നാര നബി തങ്ങൾ വീട്ടിൽ സൗകര്യമൊരുക്കി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, പാതിരാത്രി സമയമായപ്പോൾ അയാൾക്ക് വേണ്ട ഭക്ഷണവും അയാൾക്ക് വേണ്ട കിടക്കയും അയാൾക്ക് മൂടാനുള്ള പുതപ്പും അയാൾക്ക് വേണ്ട സർവത്ര സംവിധാനങ്ങളും സജ്ജീകരിച്ചു കൊടുത്ത പുന്നാര ഹബീബ് അവിടുന്ന് നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. ഇയാള് അവസരം കാത്തിരിക്കുകയാണ്. വിഷത്താലൂട്ടപ്പെട്ട കടാരയും മരയിൽ ഒളിപ്പിച്ചു വച്ചിട്ട്, വിഷത്താലൂട്ടപ്പെട്ട കടാര അതരയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് കിടക്കുകയാ. എപ്പോഴാണ് മുഹമ്മദ് ഒന്ന് കിടക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം? പക്ഷേ നബിതങ്ങൾ ആ രാത്രി ഉറങ്ങിയില്ല. അവിടുന്ന് നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. ലലംതു സുന്നത മൻ അഹ്യല്ലലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ളുർറ മിൻ ബറമി. കാന النبي صلى الله عليه وسلم يقوم في الليل حتى تتفتر قدماه. കാലിന്റെ നീര് കെട്ടി വീർക്കുന്നതുവരെ അവിടുന്ന് നിസ്കാരത്തിലാണ്. അയാൾ അവസാനം സഹികെട്ടു. കാരണം കൊല്ലാൻ തക്കം പാർത്തു വന്നതാണ്. കൊല്ലാൻ തക്കം പാർത്തു വന്നതാണ്. ഉറങ്ങിക്കിട്ടണ്ടേ, എന്നാലല്ലേ ഉപദ്രവിക്കാൻ പറ്റൂ. അവിടുന്ന് അയാളങ്ങ് കിടന്നുറങ്ങിപ്പോയി. രാത്രി സമയത്ത് അയാള് രാവിലെ എണീച്ച് ഹബീബ് തങ്ങൾ നോക്കുമ്പോ കാണാനില്ല, അയാളെ കാണുന്നില്ല. അയാളുടെ കിടക്കയാകെ കാഷ്ടിച്ച് വളരെ മോശമാക്കി വൃത്തികേടാക്കി വെച്ചിട്ട് പോയിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു, പടച്ചവനെ, ഇയാൾക്ക് ഇന്നലെ രാത്രിയിൽ നമ്മൾ കൊടുത്ത ഭക്ഷണം പറ്റാഞ്ഞിട്ടാണോ? ഇന്നലെ രാത്രിയിൽ ഇയാൾക്ക് കൊടുത്ത ഭക്ഷണം പറ്റാഞ്ഞിട്ട് സംഭവിച്ചതാണോ എന്നിങ്ങനെ ആലോചിച്ചു വ്യസനിച്ച് അയാളുടെ കിടക്ക എടുത്തുകൊണ്ട് കഴുകി ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ പോയയാള് മടങ്ങി വരികയാണ്. തന്റെ കടാര അവിടെ വെച്ചിട്ട് മറന്നിട്ട് പോയതാണ്. ആ കടാര എടുക്കാൻ വേണ്ടി അയാള് തിരിച്ചു വരികയാണ്. അന്നേരത്ത് കാരുണ്യത്തിന്റെ തിരുദൂതർ അവിടുന്ന് കാഷ്ടിച്ചു വൃത്തികേടാക്കി വെച്ചിട്ട് പോയ പായ അവിടുത്തെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് കഴുകി ശുദ്ധിയാക്കുന്ന രംഗമങ്ങ് കണ്ടപ്പോൾ അയാളുടെ കൽബങ്ങ് പൊട്ടുകയാണ്. എന്തിനാണ് സഹോദരാ നിങ്ങൾ മടങ്ങി വന്നത്? ഇന്നലെ രാത്രി നിങ്ങൾക്ക് തന്ന ഭക്ഷണം നിങ്ങളുടെ വയറിനെ പിടിച്ചില്ല അല്ലേ? നിങ്ങൾ എന്നോട് അഫ്വ് ചെയ്യണേ, നിങ്ങൾ എന്നോട് പൊറുക്കണേ. അയാള് പറഞ്ഞു, എന്റെ കടാര ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ വന്നതാണ്. ഓടി അകത്തളത്തിൽ പോയിട്ട് അയാളുടെ വിഷത്താൽ ഊട്ടപ്പെട്ട കടാരയില്ലയോ, ഹബീബിന്റെ നെഞ്ചകം പിളർക്കാൻ, ഹബീബിന്റെ ഗളച്ഛേദം നടത്താൻ അയാള് അരയിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരുന്ന കടാര, ആ കടാര മറന്നിട്ട് പോയതാണ്. ആ കടാരയെടുത്ത് രണ്ട് കൈയിലും പിടിച്ച് ആദിത്യ മര്യാദയോടെ ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ് അയാളുടെ കയ്യിലങ്ങ് കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ്, ആദിത്യ മര്യാദയിൽ വല്ല പാകപ്പിഴവുകളും എന്റെ ഭാഗത്തു നിന്ന് വന്നു പോയെങ്കിൽ നിങ്ങൾ എനിക്ക് സദയം മാപ്പു തരണേ, നിങ്ങൾ എനിക്ക് സദയം വിട്ടുവീഴ്ച നൽകണേ. സഹോദരങ്ങളെ, ആ നേരത്ത് അയാൾ ആലോചിച്ചു പോയി, പടച്ചവരെ, ഇത്ര
നല്ല വ്യക്തിപ്രഭാവത്തിനെയാണല്ലോ ഞാൻ ഇന്നലെ രാത്രിയിൽ കൊല ചെയ്യാൻ അരയിൽ കഠാരയും സൂക്ഷിച്ച് കടന്നു വന്നത്. ഇതെത്ര വലിയ വിഡ്ഢിത്തമാണ്, ഇതെത്ര വലിയ മഠയത്തരമാണ്. ഹബീബായ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അയാള് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. നബിയെ, അവിടുന്ന് സത്യപ്രവാചകനാണ്, ഞാൻ എന്റെ റബ്ബിൽ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രമേൽ ഉപദ്രവിച്ചവർക്ക്, വധിക്കാൻ വന്നവർക്ക് പോലും കാരുണ്യത്തിന്റെ പരിരക്ഷണം നൽകി, കാരുണ്യത്തിന്റെ ആതിഥ്യ മര്യാദകൾ നൽകി, ഉപദ്രവിക്കുന്നവന് പോലും ഉപകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രപഞ്ചത്തെ പഠിപ്പിച്ച കാരുണ്യത്തിന്റെ നിദർശനമേ, കാരുണ്യത്തിന്റെ സൂര്യോദയമേ, കാരുണ്യത്തിന്റെ 14-ാം നിലാവേ മുഹമ്മദ് മുസ്തഫ, നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരുമോ? അളീമായ പടച്ചവൻ നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല സുഹൃതമായി സാധുക്കളായ നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ.